ഇത് ആന്തോറിയം ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന ഒരു ചെടീന് ഇതിനോട് സാമ്യമുള്ള വേറെ ഒരു ചെടിയും കൂടി ഉണ്ട്. ആന്തോറിയം മാഗ്നിഫിക്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ഏകദേശം ഇത് ഒരേപോലെ സാമ്യം തോന്നുന്ന ചെടികൾ ഇനി രണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇലകൾ കണ്ട, ഇതിൻ്റെ ഇലകൾ സ്ട്രൈപ്പായിട്ട് വെൽവെറ്റ് പോലെ തോന്നിക്കുന്ന വലിയ ഇലകളാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നഴ്സറിയിലായാലും കുറച്ച് എക്സ്പെൻസീവാണ്, വില കൂടുതലുള്ള ഒരു ചെടിയും കൂടിയിട്ടാണ്. നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് ഈ ചെടി അങ്ങനെ കാണാറില്ല. കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചെടീനെ റയറായിട്ട് കാണുന്നതാണിത്. ഇതിൻ്റെ പ്രത്യേകത തന്നെ ഇതാണ്, വലിയ ഇലകളാണ്. അതന്നെയാണ് ഇതിൻ്റെ ഭംഗിയും ഈ ഒരു ചെടിയുടെ. ഇത് പിന്നെ ബ്രൈറ്റ് ലൈറ്റുള്ളിടത്ത് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ നേരിട്ടുള്ള സൂര്യപ്രകാശമൊന്നും തട്ടാത്തോടത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഭംഗിയിലുള്ള ഇലകൾ വരും. ഞാനിപ്പോൾ എൻ്റെ കാർ പോർച്ചിലാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള സൂര്യപ്രകാശമൊന്നും ഇല്ല, എന്നാൽ ആവശ്യത്തിന് ചെറിയ വെയിൽ അവിടെ തട്ടുകയും ചെയ്യും ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായി വളർന്നു വരും. പിന്നെ ഒരുപാട് ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടീന് കേട്ടോ. അപ്പോൾ നന്നായി നനച്ച് കൊടുത്ത് നല്ല വളവും കൊടുത്തു കഴിഞ്ഞാൽ അതാ ഇതേപോലെയുള്ള ഇലകൾ വരും ഇതുമേൽ. ഞാനിപ്പോൾ ഇതിന് വളമായിട്ട് ഉണക്ക ചാണകപ്പൊടിന് ഇട്ട് കൊടുക്കാറ്. ആന്തോറിയത്തിൻ്റെ ഫാമിലിയിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഇതിനും ആന്തോറിയത്തിൻ്റെ പോലെ പൂക്കൾ വരും. ഈ ഒരു ചെടിക്ക് വലിയൊരു സ്പൈക്ക് വന്നിട്ട് ഇതിൽ പൂക്കൾ വരും. പൂക്കൾ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും ആന്തോറിയത്തിൻ്റെ പൂവിനോട് സാമ്യമുള്ള പൂക്കൾ തന്നെയാണ് ഇതിലും വരുന്നത്. ഇത് പിന്നെ റെയിൻ ഫോറസ്റ്റിലാണ് വളരുന്നത് കേട്ടോ. സെൻട്രൽ സൗത്ത് അമേരിക്ക, പെറു, പനാമ അവിടെയൊക്കെ റെയിൻ ഫോറസ്റ്റിൽ വളരുന്ന ഒരു ചെടിയും കൂടിയിട്ടാണ് ഈ ആന്തോറിയം ക്രിസ്റ്റലിന, ഈ ഒരു ചെടി. അപ്പം നമ്മൾ ഇത് നേരിട്ടുള്ള സൂര്യപ്രകാശം തട്ടാത്തോടത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഭംഗിയിൽ വളരും. പിന്നെ ഇതിന് തൈകൾ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ തൈകൾ പിടിപ്പിക്കാനായിട്ട് ഇത് കുറച്ച് ഹൈറ്റിൽ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അടിവശത്ത് വെച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് റൂട്ടുള്ള ഭാഗത്തു നിന്ന് വേറെ തൈകൾ മുളച്ച് വരും. പിന്നെ ഞാൻ കട്ട് ചെയ്തത് വേറൊരു ചട്ടിയിൽ നട്ട് പിടിപ്പിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പുതിയ പുതിയ തൈകൾ ഞാൻ പിടിപ്പിക്കാറ്. അല്ലാണ്ട് ഇതും വന്ന് ഇപ്പോൾ തൈകൾ വരാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൈകൾ പിടിപ്പിക്കാൻ എളുപ്പമാണ്.